ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറോട് കൂടിയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം 110 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോട് കൂടി 17,999-ലും സെൻസെക്സിൽ ഏകദേശം 396 പോയിൻറ്റ്സിൻ്റെ അടുത്തുള്ള ഡിക്ലൈനോട് കൂടി 60,322-ലും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 395 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോട് കൂടി 38,307-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അകപ്പടെ ഓട്ടോ, IT ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു പോസിറ്റീവിൽ നിന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും ഇന്നൊരു റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ PSU ബാങ്ക്, ഫാർമ ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ലോസ് ഇന്ന് നേരിട്ടിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ വരുമ്പോൾ 13 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 37 സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈനിങ് മോഡിലും ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മളൊരു അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നെഗറ്റീവ് സൈഡിലേക്ക് കണ്ടു. ഇന്നത് വീണ്ടും കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് 13 സ്റ്റോക്കുകൾ അഡ്വാൻസസ് എന്ന രീതിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.27% ലോസും സ്മോൾ ക്യാപ്പിൽ 0.58% ഗെയിനും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ട് ആയിരുന്നുവെങ്കിലും, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ തുറന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ട് ആയിരുന്നുവെങ്കിലും ആ ഒരു ഇനിഷ്യൽ ഗെയിൻ ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. തുറന്ന് ആദ്യം തന്നെ നിഫ്റ്റി ഒരു ഗെയിൻ ലോസ് സെഷനിലേക്കായിരുന്നു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ വന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന് ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് നിഫ്റ്റി ഇന്ന് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ആ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് നിഫ്റ്റി വീണ്ടും കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇൻഡിസിസീവ് ബിയറിഷ് ക്യാൻഡിൽ, അതിനുശേഷം വീണ്ടും ഒരു റിവേഴ്സൽ. അപ്പോൾ വീണ്ടും ആ ഒരു റേഞ്ചിലേക്ക് നിഫ്റ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ കൺസോളിഡേഷൻ തുടരാനുള്ള സാധ്യതകളാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ കാണാനുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി 30 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 17,920, 17,900 ഈ ഒരു റേഞ്ചിലൊരു സപ്പോർട്ട് സോൺ ഫോർമേഷൻ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇൻട്രാഡേയിൽ ആ ഒരു റേഞ്ചിൽ സപ്പോർട്ടുകൾ കിട്ടാൻ സാധ്യതകൾ നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. ഇനി 18,000 എന്നുള്ളൊരു ലെവൽ, ഇപ്പോൾ 18,000-നെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് നിഫ്റ്റി എൻഡായിരിക്കുന്നു. അപ്പോൾ വീണ്ടും 18,000-ന് മുകളിലേക്ക് വന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18,200 വരെയുള്ള റാലികൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ അതിന് മേലേക്കുള്ള റാലികളിൽ സാധ്യതകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ മോഡിലേക്കാണ് നിഫ്റ്റി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ട ടാറ്റ മോട്ടോഴ്സ്, അതേപോലെ തന്നെ മാരുതി സുസുക്കി, ഇങ്ങനെയുള്ള കുറേ കമ്പനികൾ അവരുടെ വിവിധ ബ്രാൻഡുകൾക്ക് പ്രൈസ് ഹൈക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എസ്കോർട്സും നവംബർ 21-ാം തീയതി മുതൽ അവരുടെ ട്രാക്ടേഴ്സിന് പ്രൈസ് ഹൈക്ക് കൊണ്ടുവരാൻ പോകുന്നു. കാരണം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഇൻപുട്ട് കോസ്റ്റൊക്കെ, ഇൻഫ്ലേഷനൊക്കെ മാർക്കറ്റിനെയും അതേപോലെ തന്നെ മാനുഫാക്ചറേഴ്സിനെ, കമ്പനികളെയൊക്കെ വറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ ആയിരിക്കണം ഇപ്പോൾ വീണ്ടും മാർക്കറ്റിനെ ഈ ഒരു കൺസോളിഡേഷൻ, അടുത്തൊരു മൂവുകൾ കൊടുക്കാതെ ഇങ്ങനെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ ഒന്ന് കോഷ്യസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. നമുക്കൊരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ അപ്പർ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ സൈഡിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ ഇനി ആവശ്യമാണ് നമുക്ക് അടുത്തൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും അവരുടെ ഒരു സപ്പോർട്ട് സോണിലേക്ക് ബാങ്ക് നിഫ്റ്റി വീണ്ടും തിരിഞ്ഞിരിക്കുന്നു. ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി 38,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് സോൺ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. ഇന്ന് 2 സ്റ്റോക്കുകളാണ് ബാങ്ക് നിഫ്റ്റിയിൽ അഡ്വാൻസസിലുണ്ടായിരുന്നത്. ബാക്കി 10 സ്റ്റോക്കുകളും ഡിക്ലൈനിങ് മോഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി റിയാലിറ്റി സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് 4 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 6 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ ആ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെ അവരുടെ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്ത് ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കൺഫർമേഷൻ, ഇവരുടെ അടുത്തൊരു മൂവിനെ പറ്റി കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസോളിഡേഷനുള്ള ബ്രേക്കൗട്ടുകൾക്കായിട്ട് റിയാലിറ്റി സെക്ടറിനെയും വാച്ച് ചെയ്യുക. ഇനി ഓട്ടോ സെക്ടർ ഇന്നത്തെ ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിരുന്നു ഇവർ. ഇന്ന് ഇവരിൽ നോക്കിക്കഴിഞ്ഞാൽ 10 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 5 സ്റ്റോക്കുകളാണ് ആകെ ഡിക്ലൈനിങ് മോഡിലും പോയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും വന്ന ന്യൂസ് അപ്ഡേറ്റ്, അതായത് ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ട വാർത്തയായിരുന്നു ഇവർക്കുണ്ടായിരുന്ന ഒരു ചിപ്പ് ഷോർട്ടേജ്, അതേപോലെ തന്നെ സെമി കണ്ടക്ടർ ഷോർട്ടേജൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നു. അതൊക്കെ വീണ്ടും ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നു വരുന്നു എന്നുള്ളൊരു അപ്ഡേറ്റുകൾ ഇന്ന് വന്നതിനെ തുടർന്നാണ് ഈ ഒരു സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സിലൊക്കെ നല്ലൊരു റാലികൾ ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവരുടെ ഒരു ഓൾ ടൈം ഹൈ, അതായത് ഏകദേശം 12,020, 12,020 ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റാലികൾ തുടരാനുള്ള സാധ്യതകൾ ഓട്ടോ സെക്ടറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നാളെയും ഈ ഒരു സെക്ടറിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതായിട്ടാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ OEM ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇനി അങ്ങോട്ടേക്കൊരു ഡിമാൻഡ് വർധനവിനുള്ള സാധ്യതകൾ അവരും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു സെക്ടറിന് ബൂസ്റ്റായിട്ട് നിലനിൽക്കുന്നു.
അതുപോലെ തന്നെ IT സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരും ഇന്നൊരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു. ഓട്ടോ IT മാത്രമായിരുന്നു പോസിറ്റീവ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് IT സെക്ടറും ക്ലോസ് ചെയ്തിരിക്കുന്നത്. 8 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 2 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു IT സെക്ടറിൽ നിന്നത്. അപ്പോൾ ഈ ഒരു റാലികൾ ഏകദേശം ഇവരുടെ ഒരു പ്രീവിയസ് ഹൈഡ് അടുത്തേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷനോട് കൂടി ഓൾ ടൈം ഹൈയിലേക്ക് റീച്ച് ആവുന്നത് പോലെയാണ് കാണാനുള്ളത്. ഇനി 36,780 790 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഓൾ ടൈം ഹൈയിലേക്കുള്ള റാലികൾ പ്രതീക്ഷിക്കാം. മെറ്റൽ സെക്ടറിലേക്ക് വരുമ്പോൾ അവരും ഇന്ന് നല്ലൊരു പ്രഷറിലായിരുന്നു ഇന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം 4 സ്റ്റോക്കുകളാണ് ആകെ അഡ്വാൻസസിലുണ്ടായിരുന്നത്. 11 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു മെറ്റൽ സെക്ടറിൽ നിന്നത്. അവരുടെ ആ ഒരു റേഞ്ചിൻ്റെ കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ ലോയിലേക്ക് വീണ്ടും ആ ഒരു സെക്ടർ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇൻവെർട്ടഡ് ഹാമർ, ഒരു ചെറിയ ബീറിഷ് ഹാമർ പാറ്റേൺ, ഇൻവെർട്ടഡ് ഹാമർ പാറ്റേൺ പോലത്തെ ഒരു ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ച് ലോയിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിവേഴ്സൽ ഈ ഒരു സെക്ടറിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും വലിയൊരു മൂവുകൾ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസുകളിലാണ് ഈ ഒരു സെക്ടറും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. FMCGയിലേക്ക് വരുമ്പോൾ 4 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 11 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു. ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഒരു ബിയറിഷ് എൻഗൾഫിങ്ങിന് കണക്കായിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷനാണ് FMCG കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു ഗെയിനൊക്കെ വീണ്ടും ഇറേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻഡിങ് ആണ് ഈ ഒരു സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത്. വീണ്ടും ഒരു കൺസോളിഡേഷൻ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതകൾ FMCGയിലും നിലനിൽക്കുന്നു. സോ ഈ ഒരു സെക്ടറിനെയും ഒന്ന് ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. ഫാർമയിൽ ഇന്ന് 4 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 16 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലേക്കുമാണ് പോയത്. ഇവരിലും നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു ഗെയിനെ ഏകദേശം മൊത്തത്തിൽ ഇറേസ് ചെയ്തുകൊണ്ട് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഈ ഒരു സെക്ടറിലുള്ളത്. വീണ്ടും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്തേക്ക് 13,600 680 എന്നുള്ള റേഞ്ചിലൊരു സപ്പോർട്ട് സോണിൻ്റെ അടുത്തേക്ക് വീണ്ടും ഈ ഒരു സെക്ടർ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു സെക്ടറിലെല്ലാം തന്നെ, എല്ലാ സെക്ടറിലും തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ എന്ന് പറയാൻ ആയിട്ടില്ല. ഇന്ന് ഓട്ടോ സെക്ടറിൽ ഒരു ന്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറിലും സൈഡ് വേയിലേക്കാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. മീഡിയയിലും 4 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 6 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു. ഇവരിലും ഒരു ഇൻവെർട്ടഡ് ഹാമർ കണക്കിനുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ, ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് അവരുടെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ട്രേഡാണ് ഈ ഒരു സെക്ടറിലും കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മൂവുകൾ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഗ്ലോബൽ ഇവൻറ്റുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇവൻറ്റുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യതകൾ എല്ലാ സെക്ടറിനും സാധ്യതകളുണ്ട്. അതിലല്ലാതെ നമുക്ക് എന്തെങ്കിലും ന്യൂസ് അപ്ഡേറ്റുകൾ, പ്രത്യേകിച്ചും ഓട്ടോ സെക്ടറിൽ വന്നതുപോലുള്ള ന്യൂസിനോട് പ്രതികരിക്കാനുള്ള സാധ്യതകളും ഓരോ സെക്ടറുകളിലും പ്രതീക്ഷിക്കാം. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിലൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ FTSEക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളിലും വലിയ മൂവുകൾ പറയാനില്ല. SGX നിഫ്റ്റി 13 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ട്രേഡ് ആവുന്നു. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഇന്ന് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 11 പൈസയുടെ ഉയർച്ച റിപ്പോർട്ട് ചെയ്തു. 74.37 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വരുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് വീണ്ടും ഒരു സെല്ലിംഗ് മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. 560 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ഇവരുടെ ഭാഗത്തു നിന്നും ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 577 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ വീണ്ടും അത്ര സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു പോസിറ്റീവ് ടു സൈഡ് വേ എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നു. കൺഫർമേഷൻ ഒന്നും തന്നെ ഇല്ല. തീർച്ചയായിട്ടും നാളെ രാവിലെയും കൂടെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ഒരു സൈഡ് വേയിലേക്കാണ് നിഫ്റ്റിയും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനുകളെല്ലാം തന്നെ, പ്രത്യേകിച്ചും ഇൻട്രാഡേ ട്രേഡേഴ്സൊക്കെ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനൊക്കെ അതിനനുസരിച്ച് ചേഞ്ചുകൾ വരുത്തുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ലോങ് ടൈമിലേക്കും സ്റ്റോക്കുകൾ എടുക്കുന്നത് ഒന്ന് കോഷ്യസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിനോലെക്സ് കേബിൾസ്, ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് വീണ്ടും അവരുടെ ആ ഒരു ഗെയിനുകൾ തുടരുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ വാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു. ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റാലികൾ തുടരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലും ഈ ഒരു സ്റ്റോക്കിനെ വാച്ച് ചെയ്യുക. റിസൾട്ടിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനായിട്ടുള്ളത്. ബാക്കിയുള്ള സ്റ്റോക്കുകളിലൊന്നും പ്രത്യേകിച്ചൊരു മൂവുകൾ ഇന്ന് കാണാനായിട്ടുണ്ടായിരുന്നില്ല. കാരണം സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാലും അത്ര സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നില്ല. ഇനി അതുപോലെ തന്നെ ഗ്രീവ്സ് കോട്ടൻ്റെ ചാർട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് സോണിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഈ ഒരു റേഞ്ച് ട്രേഡിംഗ് ആണ്. വീണ്ടും ആ ഒരു റേഞ്ചിൻ്റെ ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ വീണ്ടും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ട്രെൻഡ്, ഈ ഒരു ചാർട്ടുകളും ട്രാക്ക് ചെയ്യുക. KNR കൺസ്ട്രക്ഷൻ, KEC ഇൻ്റർനാഷണൽ, ഇവരിലൊക്കെ വീണ്ടും ഒരു വോളറ്റിലിറ്റി കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോ ക്ലിയർ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് വിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റ് വിൻ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ TCSനും സീബ്ര ടെക്നോളജീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്റ്റ് വിന്നുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി എസ്കോർട്സിനെ സംബന്ധിച്ചിടത്തോളം നവംബർ 21-ാം തീയതി മുതൽ അവരവരുടെ ട്രാക്ടേഴ്സിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷനൊക്കെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ പല കമ്പനികൾ ഇപ്പോൾ ഈ ഒരു പ്രൈസ് ഹൈക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇവരും ഇന്ന് നവംബർ 21-ാം തീയതി മുതൽ ട്രാക്ടർ പ്രൈസിൽ വർധനവുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് മേഘ്മണി ഓർഗാനിക്സിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വീണ്ടും ബിസിനസ് എക്സ്പാൻഷനിലേക്ക് വരികയാണ്. ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഒരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഫെസിലിറ്റി അവർ നിർമ്മിക്കാൻ പോകുന്നു. ഏകദേശം 400 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഗുജറാത്തിലാണ് ഈ ഒരു ഫെസിലിറ്റി നിർമ്മിക്കാൻ പോകുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 33,000 മെട്രിക് ടണ്ണിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളൊരു ഫെസിലിറ്റിയാണ് അവർ നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് കോറമണ്ടൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരും ഏകദേശം 1650 മെട്രിക് ടണ്ണിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു പ്ലാന്റ് വിശാഖപട്ടണത്തിൽ നിർമ്മിക്കാനായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. 400 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഈ ഒരു ബിസിനസ് എക്സ്പാൻഷനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് IPO വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാഴ്സൺ പ്രൊഡക്ട്സിൻ്റെ IPO ഇന്ന് ഡേ 2 ആയിരുന്നു. ഡേ 2-ൽ 3.58 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഇപ്പോൾ ടോട്ടലായിട്ട് കിട്ടിയിരിക്കുന്നത്. റീറ്റെയിൽ വിഭാഗത്തിൽ 4.74 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും അവർക്ക് നേടിയിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ഇവർക്കും മാർക്കറ്റിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നു. നാളെ അതുപോലെ തന്നെ ഗോ ഫാഷൻസിൻ്റെ IPO ഓപ്പൺ ആവാൻ പോവുകയാണ്. 17-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ആയിരിക്കും IPO സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. 655 മുതൽ 690 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ലിസ്റ്റ് ചെയ്ത സിഗാച്ചിയുടെ IPO ഇന്ന് നല്ലൊരു പെർഫോമൻസ് ഈ 2 ദിവസങ്ങളായിട്ട് കാണുന്നു. ഇന്നലെ നല്ലൊരു ഗെയിനുകൾ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും 5% അപ്പർ സർക്യൂട്ടിൽ ഇന്ന് ലോക്കായതായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നാളെ വരുന്ന ഈ IPOയും അതുപോലെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന IPO ഒക്കെ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ലോറസ് ലാബ്, അരവിന്ദോ ഫാർമ, പെട്രോനെറ്റ് LNG ഇവരുടെയൊക്കെ ഡിവിഡൻഡ് എക്സിക്യൂഷൻ നാളെയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസും ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.